കാലം കലിയുടെ കലികാലം 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 ലോകം കലിയുടെ ദുർലോകം 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 പാരിൽ നിറയെ കാണാം 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 പാരിൽ നിറയെ കാണാം വ്യാജന്മാരുടെ വിളയാട്ടം 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 ഓ വിളയാട്ടം വിളയാട്ടം പുലരിയിൽ വന്നു പത്രം വാർത്തകൾ കണ്ടു നാളിൽ വായിച്ചപ്പോൾ ഞെട്ടി പുലരിയിൽ വന്നു പത്രം വാർത്തകൾ കണ്ടു നാളിൽ വായിച്ചപ്പോൾ ഞെട്ടി വ്യാജന്മാരോ നിറയെ 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 വ്യാജന്മാരോ നിറയെ 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 തട്ടിപ്പും വെട്ടിപ്പും ചതിയും കൊലവിളിയും കാലൊന്നിടറിയാൽ വീഴും ചതിയുടെ പെരുവഴിയിൽ ഓ കാലം കണ്ണിൽ നോക്കി ലോകം എന്തൊരു ലോകം കാലം കണ്ണിൽ നോക്കി ലോകം എന്തൊരു ലോകം മണ്ണും വിണ്ണും നിറയെ നീതി നിഷേധം മാത്രം കരുതണമെന്നും നമ്മൾ വ്യാജന്മാരുടെ കുഴിയിൽ ചതിയന്മാരുടെ പടുകുഴിയിൽ വീഴാതെ 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 ഒക്കെ നാം വെട്ടി തേപ്പ് വെട്ടി വെട്ടി തേപ്പ് വെട്ടി തേപ്പ് വെട്ടി തേപ്പ് വെട്ടി തേപ്പ് വെട്ടി എങ്ങും 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 തേപ്പ് വെട്ടി എങ്ങും 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 തേപ്പ് വെട്ടി തേപ്പ് വെട്ടി നാളെ പത്രത്തിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. അതൊന്നാക്കിയിട്ട് സാറ് സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറ് കുറേ നേരമായി എത്തിയിട്ട്? ഇല്ല, ഞാൻ കുറച്ച് സമയമായി. ഞങ്ങൾ കുറച്ചൊരു ഇതായി പോയില്ല. ആയിക്കോട്ടെ. നിങ്ങളെ ഞാൻ പ്രധാനമായി വിളിക്കാനുള്ള കാരണം നമ്മളെ പത്രം പിതൃഭൂമി എത്ര താഴോട്ടാണ് പോകുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പത്രവ്യവസായം താഴോട്ട് പോകാനുള്ള കാരണം ഒരു പത്രവും പ്രാധാന്യം കൊടുക്കുന്നില്ല പ്രാദേശിക വാർത്തകൾക്ക്. ശരിയാണ്. നമ്മൾ പ്രാദേശിക വാർത്തകൾക്കാണ് ഇനി പ്രാധാന്യം കൊടുക്കുന്നത്. അതിനായി നല്ലൊരു വാർത്ത ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് നാളെ തന്നെ കവർ ചെയ്യണം. ആരെക്കുറിച്ചാണ് സാർ പറയുന്നത്? സാർ മനസ്സിലായില്ല, ഒന്നുകൂടി വ്യക്തമാക്കും. തെങ്ങുകയറ്റത്തിൽ അതുല്യ നേട്ടം കൈവരിച്ച ഒരു മഹാപ്രതിഭയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ കോക്കനറ്റ് സാബു. അദ്ദേഹം ഒത്തിരി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ഒത്തിരി അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരൊറ്റ പത്രവും ഒരു ചാനലും ഇതുവരെ അയാളെപ്പറ്റി ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടില്ല. നമ്മളെ പിതൃഭൂമി ആയിരിക്കണം അയാളെ റിപ്പോർട്ട് ആദ്യമായി കൊടുക്കുന്നത്. അത് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് പെട്ടെന്ന് അത് കൊടുത്തിരിക്കണം. MD സാർ, ഞങ്ങൾ രണ്ടുപേരും നാളെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് നല്ലൊരു റിപ്പോർട്ട് എന്തായാലും പത്രത്തിന് വേണ്ടി കാഴ്ചവെക്കും. ഓക്കെ, താങ്ക് യു സാർ. സാർ, അയാളുടെ ഫോട്ടോസ് മാത്രം മതിയോ? നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് അയാളുടെ കുറച്ച് വീഡിയോസും കൂടി വേണോ? എടുത്തോ, എല്ലാം എടുത്തോ, രണ്ടും എടുത്തോ. ശരി സാർ, ശരി. ഓക്കെ, വേണ്ടതെല്ലാം ചെയ്യാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ. ശരി സാർ, എന്തായാലും ഞങ്ങൾ നാളെ രാവിലെ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും. വേണ്ടതെല്ലാം ചെയ്യാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സാർ. അല്ല, മനുഷ്യദ്യ വരെ കഴിഞ്ഞ ഞങ്ങൾ എക്സസൈസ്. ഒരു ഫോണ് വന്നിട്ടുണ്ട്, പിതൃഭൂമി എന്നാ പറഞ്ഞേ, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഒന്ന് വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യേ, വേഗം വാ. ഒരു നാണില്ലാത്തൊരു മനുഷ്യൻ.
എടി ഈ എക്സസൈസ് ഉള്ളതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇതാ 25 കാലം മേടിക്കുന്നത്. അതുകൊണ്ടല്ലേ എനിക്ക് എളുപ്പം തെങ്ങേറാൻ പറ്റുന്ന അന്നാ ആ അവർ വന്നാലേ അവരവിടെ ഇരുന്നോളൂ. ഞാൻ അങ്ങോട്ടേ വരാം, നീ പോയിക്കോ. നിങ്ങൾ എന്താ ചെയ്യേ മനുഷ്യ? എനിക്ക് തോന്നുന്നു ഈ വഴിയില്ലേ ഇത് എത്തുന്നതിന്റെ ഈ റൈറ്റ് സൈഡിലേക്കുള്ള ഇതാണോ? ഇവിടെ ആരും കാണുന്നില്ല. ഈ ഭാഗത്ത് എവിടെയാണെന്നാണ് ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്, അവരോട് ചോദിക്കാം. ചേച്ചി, ഈ ഡോക്ടർ കോക്കനട്ട് സാബുവിന്റെ വീട്ടിലേക്ക് വന്ന വഴി ഏതാണെന്നറിയാമോ? അത് നേരെ വളവ് തിരിയുമ്പോൾ കാണുമ്പോൾ ഫസ്റ്റ് വീടാണ് ഡോക്ടറിൻ്റെത്. ഓക്കെ, ശരി ചേച്ചി. താങ്ക് യു ചേച്ചി. ഞാൻ പറഞ്ഞത് എത്ര ശരിയാ. ഡോക്ടർ സാബു സാർ, ഡോക്ടർ സാബു സാർ. ആ ഹലോ, ആരാ? ഞങ്ങൾ പത്രം ഓഫീസിൽ നിന്നാ നേരത്തെ ഫോൺ വിളിച്ചിരുന്നു. ആ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇരിക്കട്ടോ. അദ്ദേഹം ഇല്ലേ ഇവിടെ? ഡോക്ടർ എക്സസൈസിലാണ് കേട്ടോ. ഓക്കെ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തോ. ഓ ഇവിടെ ഇരിക്കൂ, വെയിറ്റ് ചെയ്യുന്നു. ശരി. ഞാൻ കുറച്ച് എക്സസൈസിലായിരുന്നു. നിങ്ങൾ എത്തിയിട്ട് ഉടനായോ? ഇല്ല, അധിക സമയമായാലും സാർ, എത്തിയതേ ഉള്ളൂ. സാർ റെഡിയാണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ പെട്ടെന്ന് തന്നെ തുടങ്ങാമായിരുന്നു. ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓ തീർച്ചയായും. ശരി ശരി ശരി. നമസ്കാരം സാർ. പ്രേക്ഷകർക്ക് വേണ്ടി സാറിനോട് ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. സാറ് ആദ്യമായിട്ട് സാറിനോട് ഞാൻ ചോദിക്കുന്നത്, സാറ് ഈ കോക്കനട്ട് സാബു എന്ന ഡോക്ടർ കോക്കനട്ട് സാബു എന്ന പേരിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നുള്ളത്? ഞാൻ കുട്ടിക്കാലത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു പൈലറ്റാണായിരുന്നു. പക്ഷേ എന്തോ കഷ്ടകാലത്ത് എനിക്ക് പൈലറ്റാൻ പറ്റിയില്ല. എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ എനിക്ക് ആകാശത്ത് തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നു. അങ്ങനെ ജോലി ചെയ്തപ്പോൾ ഞാനൊരു നല്ലൊരു തെങ്ങുകയറ്റക്കാരനായി. അതുപോലെ തന്നെ സാറ് കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. വളരെ പ്രശസ്തമായ കുറേ പുസ്തകങ്ങൾ എഴുതാൻ സാറിന് കഴിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയാമോ? അത് കൂടുതലായിട്ടും എഴുതിയത് എങ്ങനെ തെങ്ങിൽ കയറാം, 30 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ തെങ്ങിൽ കയറാൻ പഠിക്കുക, അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതി. പിന്നെയാണെങ്കിൽ തെങ്ങിൻ്റെ മണ്ട എങ്ങനെ വൃത്തിയാക്കാം, അതിനെക്കുറിച്ചും പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് തെങ്ങിൽ കയറാൻ ആളെ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചൊരു പുസ്തകം കൂടെ എഴുതാനുള്ള പരിപാടിയിലാണിപ്പോൾ. പിന്നെ താങ്കൾ ഏറ്റവും വേഗത്തിൽ തെങ്ങിൽ കയറിയതിന് ഒരു ലോക ഗിന്നസ് റെക്കോർഡ് ഉണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഗിന്നസ് അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ സർക്കാരിൻ്റെ മിസ്റ്റർ കോക്കനട്ട് അവാർഡ് പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് ഒരു മിനിറ്റ്, ഒരു കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, എൻ്റെ വിദ്യാർത്ഥികളുണ്ട് തെങ്ങേറ്റം പഠിപ്പിക്കുന്ന. ഒന്ന് അവരുടെ പോയിട്ട് വരാം. ഒന്ന് തീർച്ചയായും പോയിട്ട് വരും. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് കുറച്ച് ഫോട്ടോ എടുത്താലോ? കുറച്ച് നേരം നിൽക്കും സാർ, കുറച്ച്. ഓക്കെ, ഇനി ഒന്ന് നേരെ നിൽക്കൂ സാർ. ഓക്കെ ഓക്കെ, ഇനി ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കൊരു ഫോട്ടോ നേരെ. ഓക്കെ ഓക്കെ, ശരി സാർ. ഇനി നമുക്ക് കുറച്ച് വീഡിയോസ് എടുത്താലോ? ഓക്കെ, താങ്ക് യു. എടാ, ഈ ജോലി കിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാം. ചാത്തോട്ടിന് എന്തായാലും കിട്ടും, കിട്ടാതിരിക്കില്ല. ആണോ? നിനക്കത് പറയാം. സർക്കാർ ജോലിക്ക് ഇവിടെ ഒരു വിലയുള്ളൂ. എനിക്കൊരു മര്യാദയ്ക്കൊരു കല്യാണം പോലും കഴിക്കാൻ സാധിക്കില്ല. ഇന്ന് സർക്കാർ ജോലി ഇല്ലായെങ്കിൽ പിന്നെ ആര് പെണ്ണ് കൊടുക്കാനാ? തെങ്ങ് കയറ്റമല്ലേ, ശ്രമിച്ചു നോക്കാം. നിനക്കത് പറയാം. എനിക്കിത് ലാസ്റ്റ് ചാൻസാ. നീ ഇപ്പോഴും ചെറുപ്പമല്ലേ? വലിയ കഷ്ടം. എന്തായാലും ചാത്തോട്ടിന് കിട്ടും. കിട്ടിയോ? ഓ, എന്താ സോണൻ, ഇവരൊക്കെ ഫിറ്റായോ? എല്ലാവരും ഉഷാറാണ്. പക്ഷെ നമ്മൾ ചാത്തുവിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് പറഞ്ഞാല് ഇങ്ങനെ കയറാനില്ല, സ്റ്റാർട്ടിങ്ങിൽ കയറാനുള്ള ഒരു പ്രശ്നം. അത് ഞാൻ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നാളെ രാവിലെ. പിന്നെ നമ്മൾ ദിനേശ് ഉഷാറാണ്, പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ സ്ലിപ്പായി പോവാ. അപ്പൊ നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാം. മറ്റുള്ളവർക്കൊക്കെ ഓക്കെയാണ്. മറ്റുള്ള പിന്നെ റാഷിദും സൽമാനും ഒക്കെ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഇവരെ കാര്യം ഞാൻ നോക്കിക്കോളാം. സാർ ഒന്ന് ആ ഒരു സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ.
എല്ലാവരും പിന്നെ നോക്കാൻ ശ്രദ്ധിക്കാൻ. സാറിപ്പോ കയറും. ചാത്തു, സൽമാൻ, ഇത് ഓരോ സ്റ്റെപ്പ് വിദഗ്ധമായിട്ട് നോക്കും. സാറിന്റെ കണ്ടോ കയറുന്ന കണ്ടോ? ആ അത് നോക്ക്. വെറുതെ ഗവൺമെന്റ് ജോലി കിട്ടൂല. ഗവൺമെന്റ് PSC പരീക്ഷയിൽ ആദ്യം പിന്നെ തന്നെ റിക്രൂട്ട് ചെയ്തത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ശ്രദ്ധിക്കുക. കുത്തുന്നത് കണ്ടോ? കണ്ടോ? അങ്ങനെ കയറണം. ശരിയാണ്. ഓക്കെ ചാത്തു, എന്റെ ശിഷ്യൻ കണ്ടോ? ഏറ്റവും വേഗത്തിൽ തെങ്ങ് കയറുന്ന ശിഷ്യനാണത്. അവൻ കയറാൻ പോവാ, ശ്രദ്ധിച്ചോളൂ. ഓക്കെ. ചാത്തു, സൽമാൻ, നമ്മള് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? സാർ, നമ്മുടെ സർക്കാർ ആദ്യമായിട്ട് PSCയിൽ തെങ്ങ് കയറ്റത്തിൽ ഒരു ട്രേഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ. അതിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, അതായത് ഡോക്ടർ കോക്കനട്ട് സാബു സാറിന്റെ വിദ്യാർത്ഥികളായിരിക്കണം മാക്സിമം തെങ്ങ് കയറ്റ ഗ്രൂപ്പിൽ ഗവൺമെന്റ് സർവീസിൽ എത്തേണ്ടത്. അപ്പൊ നിങ്ങൾ മാക്സിമം പരിശീലിക്കണം. ഓക്കെ. ചാത്തു ചെയ്യുന്നത് പോരാ. ഓക്കെ. ചാത്തു ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. ശരി സാർ. കാരണം എങ്കിൽ മാത്രമേ സർക്കാർ ജോലിയിൽ എത്താൻ പറ്റുള്ളൂ. ശരി സാർ. സർക്കാർ ജോലിയിൽ എത്തണം എന്നുണ്ടെങ്കിലും ആദ്യം കുറച്ച് ശ്രമിക്കണം കേട്ടോ ദിനേഷ്. ഓക്കെ. ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന് നമ്മള് മാക്സിമം ഒന്ന് അധ്വാനിച്ചാൽ എന്താ? ചിലപ്പോ സ്ലിപ്പാവും, കാലിൽ തഴമ്പ് വരണ്ടേ? അതിന് മാക്സിമം പിന്നെ പ്രയത്നിക്കണം. നിങ്ങള് ഡോക്ടർ സാബു സാറെ, കോക്കനട്ട് സാബു സാറെ മോശപ്പെടുത്തരുത്. ഇല്ല സാർ, ഒരിക്കലില്ല. ഞാനൊരു സ്റ്റെപ്പ് കയറി നോക്കാം സാർ. വേണമെങ്കിൽ നിങ്ങളെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് ആലോചിച്ചോളൂ. കാരണം 40 വയസ്സ് ഓൾറെഡി ആയി. ഇത് PSCയിൽ സംവരണത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പ്രയത്നിച്ച് ഈ പ്രാവശ്യം ഗവൺമെന്റ് സർവീസ് കയറണം. എങ്കിൽ നിങ്ങൾ കല്യാണം കൂടി നടക്കാൻ എളുപ്പമാ. ഓക്കെ. ഞാനപ്പോ കാണിച്ചു തരാം എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പും കയറുന്നതല്ലേ. സാറ് കാണിച്ചിരുന്നല്ലോ, പക്ഷെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, ശ്രദ്ധിക്കൂ. എന്റെ ജീവിത സഫലം ഒരു സാക്ഷികൾക്ക് എടുത്തണം. ഇത് ആദ്യം ഇങ്ങനെ നിന്നിട്ട് നമ്മൾ കുത്തിയിട്ടുള്ള കയറ്റാണെങ്കിൽ നോക്കിക്കോൾ. ഇങ്ങനെയാണ് കൈ വെക്കണ്ട കേട്ടോ. എങ്ങനെയാണ്? ഇതാ ഈസി ആയിട്ട് നമുക്ക് കയറാം. നോക്കിക്കോളൂ. ഇത് വല്ല നല്ല ഉഷാറിലുണ്ടല്ലോ. സാറ് എവിടെ എത്തിപ്പോയി? മാനത്തിൽ എത്തിയല്ലോ. കണ്ടോ? ഇനി തെങ്ങിൽ നിന്ന് എങ്ങനെ ഇറങ്ങുന്നു നോക്കിക്കോളൂ. ഒരു സ്റ്റെപ്പ് വെച്ച് തവള ചാടുന്നത് പോലെ കേട്ടോ. തവള ചാടുന്നത് എങ്ങനെയാണ് അതാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ സാറ് ശിഷ്യനായത് മഹാഭാഗ്യം. എത്ര സ്പീഡ്! ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല. ഇനി ഞാനൊന്ന് കയറണോ സാർ? ഒന്ന് പിന്നെ രണ്ടുപേരും നോക്കൂ. ഒന്ന് കരുത്തോടെ ഇങ്ങനെ കയറാതെ എങ്ങനെയാണ് PSC പരീക്ഷയിൽ സ്റ്റെപ്പ്? അയ്യോ പറഞ്ഞു കേറോ. ഇതിന്റെ തെങ്ങ് ഇതിനെ ചതിച്ചല്ലോ. PSC പോയി. അയ്യോ PSC പോയല്ലോടാ. അയ്യോ അയ്യോ. ദിനേഷ്, ആദ്യം കാലിൽ തിളപ്പിട്ടിട്ട് കയറോ. കയറോ. രണ്ടാമത്തെ സ്റ്റെപ്പ് കയറോ. ഗവൺമെന്റ് ജോലി കിട്ടണമെന്നുണ്ട് PSCയിൽ പാസ്സാവണ്ടേ ദിനേഷ്? എങ്കിലേ പിന്നെ നല്ല പെൺകുട്ടികളെ കിട്ടുള്ളൂ. കല്യാണം കഴിക്കേണ്ടതല്ലേ? ഒരു കാര്യം ചെയ്യും, ഇറങ്ങ്, രണ്ടുപേരും ഇറങ്ങ്. ഇവനെ കൊണ്ട് തോറ്റോ. ഇറങ്ങ്.
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് നാളെ തൊട്ട് എടുക്കണം. അതുകൊണ്ട് നാളെ രാവിലെ തൊട്ട് ചാത്തുവും ദിനേഷും എത്തിക്കൊള്ളുക. ഓക്കെ, മാക്സിമം പ്രയത്നിച്ചാൽ കുറച്ച് ദിവസമേ ഉള്ളൂ PSC പരീക്ഷക്ക്. ആ കോക്കനട്ട് ക്ലൈംബിങ്ങിന്റെ PSC പരീക്ഷ വരുന്ന 25-നാ. ഓക്കെ, എല്ലാ ദിവസവും നമ്മൾ മാക്സിമം പ്രയത്നിക്കണം, എങ്കിലേ പിന്നെ കിട്ടുള്ളൂ. നിങ്ങൾ സമയം ലാസ്റ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പ്രയത്നിച്ചോളൂ കേട്ടോ. ഓക്കെ, എന്നാലും പോയി വാ കേട്ടോ. ഓക്കെ ഓക്കെ. എൻ്റെ ഊരെ പോയല്ലേ ഈശ്വര. സർക്കാർ ജോലിക്ക് നടക്കുന്നു. ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇല്ല, അയ്യോ, ഹോസ്പിറ്റലിൽ പോകണോ? ഓ വേണ്ട, വിഷു അത്രയും പ്രശ്നം. ഇനി അവസാനമായി താങ്കളോട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. കേരളത്തിലെ യുവതലമുറയോട് താങ്കൾക്ക് എന്താണ് പറയുവാനുള്ളത്? അതായത് തെങ്ങ് നമ്മൾ കൽപ്പവൃക്ഷമാണല്ലോ. അപ്പോൾ ഓരോ വീട്ടിലും ഓരോരോ ആളെ പരിശീലിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ തെങ്ങ് കയറ്റക്കാരുടെ ക്ഷാമം കുറേ കുറഞ്ഞു കിട്ടും നമുക്ക്. അങ്ങനെ കുറേ സംഭവം ഞാൻ നോക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ മാസം 5 ലക്ഷം വരെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. പക്ഷേ സമൂഹം ഇതിനെ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾ ഇത് വരാൻ മടിക്കുന്നത്. ഈ സോഷ്യലിസത്തിൽ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഇതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ സോഷ്യലിസല്ല നമ്മളെ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. പിന്നെ ഏഷ്യാഡിലും ഒളിമ്പിക്സിലൊക്കെ ഇതിനൊരു മത്സരത്തിനായി ശരിയാക്കി എടുക്കുകയാണെങ്കിൽ ഈ കോക്കനട്ട് ക്ലൈംബിംഗ് എന്നുള്ള അതൊരു മത്സരം ഇനാക്കി എടുക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ. ഇപ്പോൾ സർക്കാർ ഇതിനെ ഒരു സർക്കാർ ജോലിയായി അംഗീകരിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പം അടുത്ത് തന്നെ അംഗീകരിച്ചു കഴിഞ്ഞല്ലോ. ഈ പിന്നെ തെങ്ങ് കയറ്റം എന്നുള്ളത് ഈ സർക്കാർ ജോലിയാക്കിയിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആളുകൾ ഇതിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഏതായാലും നന്ദി, വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. താങ്ക് യു സാർ.